ഉണ്ടാകുമോ എന്നറിയില്ല. അതുമാത്രമല്ല മഞ്ജുഷ്, ഇവിടെ പ്രതീക്ഷിച്ചിരുന്ന 2 രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട്. തീർച്ചയായും ഉണ്ടാകും, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉറപ്പായും ഉണ്ടാകും എന്ന് പറയുന്ന 2 പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കുന്നു. ഒന്ന്, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് 2 വാക്ക് പറയും. അത് കംപ്ലീറ്റ്ലി ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യും അധികാരത്തിൽ വന്നാൽ എന്ന ഉറപ്പ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ അത് കംപ്ലീറ്റ്ലി തമസ്കരിച്ചിരിക്കുകയാണ്. 2, ജമ്മു ആൻഡ് കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും എന്ന് പറയുമ്പോഴും ആർട്ടിക്കിൾ 370 അനുസരിച്ചുള്ള പ്രത്യേക പദവി ജമ്മു ആൻഡ് കാശ്മീരിന് ലഭിക്കും എന്ന് പറയുന്നില്ല, എടുത്തു പറയുന്നില്ല എന്നത് പ്രത്യേകമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. വയനാടിൽ കോൺഗ്രസിൻ്റെ പതാകകളും മുസ്ലിം ലീഗിൻ്റെ പതാകകളും ഒഴിവാക്കി രാഹുൽ ഗാന്ധിയുടെ പടം മാത്രം വെച്ച് വേറിട്ട മാത്രം കാണിച്ചതുപോലെ ആരെയും ഒരു വിഭാഗത്തെയും പ്രൊവോക്ക് ചെയ്യണ്ട, ഈ ഒരു സുഖകരമായ ആലത്തിൽ ഇങ്ങനെ പോകാം, തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് പോൾ ദിനത്തിന് തൊട്ട് തലേന്ന് അല്ലെങ്കിൽ ആ ഒരു റൺ അപ്പ് ടു ദ പോളിൽ വലിയ രീതിയിലുള്ള ഈ വൈകാരിക വിഷയങ്ങൾ എടുത്താൽ ഒരുപക്ഷെ വിപരീത ഫലം ചെയ്യാം. പക്ഷേ അതിനൊരു ഈ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. അപ്പോൾ CAയുടെ കാര്യത്തിൽ ഈ പ്രകടന പത്രിക മൗനം പാലിക്കുകയാണ്. അല്ലല്ല, ഏക സിവിൽ കോഡ് വിഷയത്തിലും പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലും ജമ്മു കാശ്മീരിൻ്റെ വിഷയത്തിലും അയോധ്യയിലത്തെ ക്ഷേത്ര നിർമ്മാണ വിഷയത്തിലും ഒക്കെ കോൺഗ്രസ് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അധികാരം കിട്ടിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് പറയാമായിരുന്നല്ലോ, കോമൺ മിനിമം പ്രോഗ്രാമിൽ വരും. അല്ലല്ല, അത് കോമൺ മിനിമം പ്രോഗ്രാമില്ല. കോൺഗ്രസിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും ചോദിക്കും. CAയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് സർ. അല്ലല്ല, ഇത് നിങ്ങൾ നോക്കൂ, ഇന്നത്തെ പ്രകടന പത്രികയുടെ വിശദാംശങ്ങൾ 2 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കും. അതായത് ഇനി എന്താണ് കോൺഗ്രസ് ഭരണഘടനാപരമായ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് റാലികൾ സംഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പ്രകടന പത്രികയിൽ ഇനി ഒരു കൂട്ടിച്ചേർക്കലും പ്രതീക്ഷിക്കേണ്ടല്ലോ. ഇതാണല്ലോ പ്രകടന പത്രിക. കൂട്ടിച്ചേർക്കലല്ല മഞ്ജുഷേ. പ്രകടന പത്രികയെക്കുറിച്ച് കോൺഗ്രസ് ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയെക്കുറിച്ച് കോൺഗ്രസ് ഇനിയും വിശദീകരിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ഈ ചോദിച്ച സംശയങ്ങളൊക്കെ നാളെ ഉയർന്നു വരുമല്ലോ, രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തില്ലേ, അതിന് ഉത്തരം വരും. അത് പ്രതീക്ഷിക്കൂ, ആ ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കൂ. ഞാൻ പറയുന്നത് ഏക സിവിൽ കോഡാണെങ്കിലും പൗരത്വ ഭേദഗതിയാണെങ്കിലും ആർട്ടിക്കിൾ 370 ആണെങ്കിലും ഭരണഘടന സംരക്ഷിക്കപ്പെടും. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്ര. ആ ഭരണഘടനയിൽ കോൺഗ്രസ് കാലാകാലങ്ങളായി ഇന്ത്യയിൽ പറഞ്ഞ എന്താണോ ലംഘിക്കപ്പെട്ടത് അത് പുനഃസ്ഥാപിക്കപ്പെടും. അതാണ് ഭരണഘടന. അങ്ങനെ വെറുതെ ഭരണഘടന സംരക്ഷിക്കുമെന്നും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും ഭരണഘടന സംരക്ഷിക്കുമെന്നും പറഞ്ഞു പോകുന്ന പ്രത്യേക ഖണ്ഡികകൾ തന്നെയുണ്ട്. അവിടെയൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ശ്രീ